ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകി എ പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് വെളിപ്പെടുത്തൽ. കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും മുൻപ് തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കത്തിലാണ് SIT. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഭൂമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന തെളിവുകൾ സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ എ പത്മകുമാർ കസ്റ്റഡിയിലുള്ളൂ, SITയുടെ കസ്റ്റഡിയിലുള്ളൂ. പ്രധാനമായും ഈ ഗൂഢാലോചന സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ചോദിച്ചറിയേണ്ടത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്ന് വെളിപ്പെടുത്തലുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയിൽ ആർക്കൊക്കെയാണ് പങ്ക്, അതിൽ ഗൂഢാലോചന ആരൊക്കെ പങ്കെടുത്തു, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പത്മകുമാറിൽ നിന്നും SITക്ക് ലഭിച്ചിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയുടെ ചുരുളരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എ പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. കസ്റ്റഡിയിൽ വാങ്ങി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് ശബരിമലയിലെ തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന കാര്യം അന്വേഷണ സംഘത്തോട് എ പത്മകുമാർ വിശദീകരിച്ചത്. പത്മകുമാറും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളും ഭൂമി ഇടപാടുകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് തന്ത്രിയെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൊഴി എ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ തന്ത്രിക്ക് ഏത് തരത്തിലാണ് ഇതുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാധാരണ സൗഹാർദ്ദം എന്നതിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു അസ്വാഭാവിക ബന്ധമോ ഇടപെടലോ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച പരാമർശങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ അടുത്ത ദിവസം സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിലാണ് പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം SIT തന്നെ തന്ത്രിമാരെ ഈ ചോദ്യം ചെയ്യുന്നതിനായി മൊഴിയെടുക്കുന്നതിനായി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പിന്നീട് തന്ത്രിമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിമാർ ഇടപെടാറുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ് എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടെത്തലുകളും പുറത്തു വരുന്ന മൊഴിയുമൊക്കെ അതിനപ്പുറത്തേക്ക് വെളിച്ചം വീശുന്ന ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിൻ്റെ ഗതി മറ്റൊരു ദിശയിലേക്ക് നീളുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് SIT എത്തുകയാണ്. എന്തായാലും പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാരിൽ നിന്ന്, പ്രത്യേകിച്ച് തന്ത്രി കണ്ഠരര് രാജീവരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും SIT എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ, SIT സംശയിക്കുന്നുണ്ടോ ഡാൻ? കൃത്യമായ അന്വേഷണത്തിലൂടെ ആ ഒരു ചോദ്യത്തിൻ്റെ പൂർണ്ണമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. പക്ഷേ ചില സംശയങ്ങൾ അവരുടെ ഇടപെടലുകളിൽ ഉണ്ട് എന്നുള്ള സൂചനയുണ്ട്. അതുകൊണ്ടാണ് ആ ദിശയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് തന്ത്രിമാരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനായി SIT അവരെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും താന്ത്രിക വിധിപ്രകാരം മാത്രമേ അവിടുത്തെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, പ്രത്യേകിച്ച് തന്ത്രിമാരുടെ അറിവും അവരുടെ സമ്മതവും അനുവാദവും ഇല്ലാതെ അവിടെ നിന്ന് ഈ ഒരു ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാനാവില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു കൊള്ള നടക്കുമ്പോൾ അതെങ്ങനെ അവർ മാത്രം അറിയാതെ പോകുന്നു എന്നതാണ് SIT അലട്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനുള്ള ഉത്തരം തേടുകയാണ് അന്വേഷണ സംഘം. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം തന്ത്രിമാരിൽ നിന്ന് മൊഴി ശേഖരിച്ചത്. അതിന് പിന്നാലെയാണ് പത്മകുമാർ നടത്തിയ മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് എന്ന മൊഴി അത് ഈ കേസിൽ എത്രത്തോളം അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആ ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത് ഉറപ്പാക്കാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. 2019 മുതലുള്ള പത്മകുമാറിൻ്റെയും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും വിദേശയാത്രകളുടെയും വിവരങ്ങൾ കൂടി ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന.
ഡാൻ, അതോടൊപ്പം ഈ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള മറ്റ് ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് പത്മകുമാർ SITക്ക് മൊഴി നൽകിയിട്ടുണ്ടോ? അതിലൊരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് മണിക്കൂറുകളോളം ആറന്മുളയിലെ പത്മകുമാറിന്റെ വസതിയിൽ പരിശോധന നടത്തുകയും പാസ്പോർട്ട് രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തത്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് അവരുടെ ചില ഭൂമി ഇടപാടുകളിലും അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളിലും പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കാളികളായിരുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്ന തെളിവുകൾ SITക്ക് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടന്നിട്ടുണ്ടായിരിക്കാമെന്നാണ് വിവരം. വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അപ്പോൾ കൊല്ലത്ത് കോടതിയിൽ ഹാജരാക്കും. അതിന് മുന്നോടിയായി വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് വന്നിപ്പോൾ പത്മകുമാറുമായി അന്വേഷണ സംഘം തിരിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.